ഒന്ന് പതറി പോകുമ്പോൾ ചിലപ്പോൾ പതറും നമ്മളല്ലേ, ആലോചിച്ച് എന്തെങ്കിലും വിഷയമുണ്ട് നമ്മൾ പതറും. ആ പതർച്ചയിൽ ഒന്ന് പിന്നീട് ഒന്ന് വരാൻ വേണ്ടി ചേച്ചി കുറച്ച് സമയം എടുക്കുമോ, എങ്ങനെയാണ്? അല്ല, പതർച്ച അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ പതർച്ചയെന്ന് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡള്ളാവണം പിള്ളേർ. അപ്പം നമുക്ക് അയ്യോ എന്തോ പറ്റിയോ എന്തോ കുഞ്ഞു ഈശ്വര ഞാൻ ആ തെറ്റുകാരി, അയ്യോ എൻ്റെ മക്കളങ്ങനെ തളരരുത്, വേണ്ട മോനെ അമ്മയുണ്ടോ നിനക്ക് എന്ന് പറയാനുള്ള ഒരു മൂടുണ്ടല്ലോ എനിക്ക്. ഓലയാക്കാൻ വേണ്ട അമ്മയില്ലേ നിനക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കൈ വെച്ചേര്, അവന് ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ഒരു ആർജവും എല്ലാം എനിക്കുണ്ട്. കാരണം അതിനി മാറത്തുമില്ല. കാരണം എൻ്റെ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ശകലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു പറയും, അത് സംശയിക്കേ വേണ്ട. അല്ല, അങ്ങനെ പറയുമ്പോൾ മക്കൾ പറയില്ല അമ്മ ഇത് പറയണ്ടായിരുന്നു? അല്ലല്ല, അങ്ങനല്ല. പിള്ളേർ ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ സംബന്ധിയായിട്ട് അസലായിട്ട് പറഞ്ഞു. അതായത് അവനുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരാളും മിണ്ടിയില്ല. ആ ഇൻ്റർവ്യൂ നടക്കുമ്പം ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മ സംസാരിച്ചപ്പോൾ? അപ്പോൾ അമ്മയോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്ത്രീ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കെല്ലാം അമ്മയോടൊരു സ്നേഹം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരക്ഷരം മിണ്ടാതെ എല്ലാവരും കേട്ടോണ്ടിരുന്നത്. അവൻ പറഞ്ഞത് അതിനോട് തീർച്ചയായിട്ടും അതൊരു ധൈര്യമാണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സുവോട്ടം പഠിപ്പിച്ച പാഠം ഒത്തിരി ഉണ്ട്. അയ്യോ എൻ്റെ അമ്മയെ പാഠങ്ങളെ ഉള്ളു പഠിപ്പിച്ച്. ഈ രണ്ട് മക്കളിൽ നമ്മൾ പറയുമ്പോൾ രാജേട്ടൻ ഒരു വേറൊരു യാത്ര, രണ്ടുപേരും രണ്ട് യാത്രയിലൂടെയാണ് പോകുന്നത്, രണ്ട് യാത്രയാണ്. പക്ഷെ നമുക്ക് പല സിനിമകളും ഇവരെ കാണുമ്പോൾ രണ്ട് സിനിമകളാണ്. എനിക്കൊന്ന് പൃഥ്വിരാജിന്റെ സിനിമകളും അതോടൊപ്പം ഇന്ദ്രജിത്തിന്റെ സിനിമകളും, ഇന്ദ്രജിത്തിന്റെ റിസൾട്ടൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കൊതിയാവുന്ന സിനിമകൾ. രാജേട്ടൻ്റെ അങ്ങനെ തന്നെയാണ്. അമ്മയൊന്ന് പ്രേക്ഷക, അമ്മ മാറ്റിയത് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇവരുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു പുറത്തു വരുവാണെങ്കിൽ? അല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആടുജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം അവൻ്റെ ഒരു ഇത്, പിന്നെ ഇന്ദ്രനും ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ അവനെ എന്താണെന്ന് വെച്ചാൽ അവൻ കുറച്ചൊരു ആലോചിച്ച് ഒരു പടം ചെയ്യുമ്പം അതിനകത്ത് ഭയങ്കര പബ്ലിസിറ്റിക്കും മറ്റേ എന്താ പറയുക ഒരു PR വർക്കൊന്നും അവൻ അധികം ചെയ്യത്തില്ല. അത് അവൻ്റേതായ ഒരു രീതിയുണ്ട്. നല്ല പടമാണ് അമ്മേ, നന്നായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഈ എന്താ പറയുക തണുത്ത വെളുപ്പാങ്കാലത്ത്, അതൊക്കെ എന്ത് രസ്യം പടങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കയറി കിടന്ന് ചാടി ബഹളം വെച്ച് ഇത് ഇല്ലെങ്കിൽ തന്നെയും അതേസമയം രാജു നേരെ തിരിച്ചാൽ രാജുവിനൊരു വലിയ ക്യാൻവാസ്, ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും അത് രാജു കുറച്ചൊന്ന് ശ്രദ്ധിക്കും. പക്ഷേ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനെ എല്ലാ ഭാഷയിലും അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പം തമിഴ് അഭിനയിക്കുന്നുണ്ട്, ഹിന്ദി അഭിനയിക്കുന്നുണ്ട്, സകലതും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങോട്ട് തഴയാനൊക്കത്തില്ല. അപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് ഇപ്പം അനുരാഗ് കശ്യപിൻ്റെ പടം ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അല്ലാതെ നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും അവനിങ്ങനെ ഓവറായിട്ട് പബ്ലിസിറ്റി ചെയ്യാനൊരു ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതെ, അതാണ്. രാജേട്ടൻ അങ്ങനെയല്ല. അല്ലല്ലല്ല, രാജു അത് കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസ് ആകുമ്പോഴത്തേക്കും അവന് അത് ചെയ്യണം, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു തോന്നുന്ന ആളാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.